എല്ലാ കൂട്ടുകാർക്കും JB ഫ്ലേവർ ജേണിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? കുറേ വീഡിയോകളൊക്കെ ഇതിന് മുന്നിട്ടലും കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടോ. എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്ക്. ഇനി അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് നല്ല രീതിയിലാക്കാം. പിന്നെ എൻ്റെ കുക്കിങ്ങും വീഡിയോയും പോയി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോവാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ പച്ചരി, ഇത് രണ്ടും കൂടി കഴുകി കുതിരാൻ വെക്കാം കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അരിയും ഉഴുന്നും കൂടി കുതിർത്തിട്ടോ, 1 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ അരിയും കൂടി കുതിർത്തിയതാണത്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, ഇത് രണ്ടും കൂടി നമുക്ക് മിക്സി ജാറിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. അത് എന്തൊഴിച്ചാൽ അടിക്കേണ്ടതെന്ന് വെച്ചാൽ പശുവും പാലില്ലേ, ആ പാലൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പാലൊഴിക്കാം. പാലൊഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇതുപോലെ കിട്ടിയേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് പാല് തന്നെ ഒഴിച്ച് നല്ലപോലെ കുറുക്കി വേവിച്ചെടുക്കാം. പശുവും പാലൊഴിച്ച് കുറുക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണ്ട കേട്ടോ. നല്ല കട്ടിയിൽ കുറുക്കിയെടുക്കാം. പശുപാൽ തന്നെ ഒഴിച്ച് കുറുക്കാൻ നോക്കാം. എന്നിട്ട് നമ്മളിത് കട്ടിയാവാന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷം ഒന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമുക്കൊരു ക്രീമി പോലെയാവും. അപ്പം ഇത് നമ്മൾ തയ്യാറാക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെയാണ് കേട്ടോ. കുറുക്കിയെടുത്തു. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഗ്ലിസറിൻ 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു ചെറിയൊരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടി നമ്മളെ ഉഴുന്ന് പൊടിയൊക്കെ നമുക്ക് ഫേസിലിട്ടാൽ നല്ല ഗ്ലോ കിട്ടും. അപ്പം അതിൻ്റെ കൂടെ ഈ പച്ചരിയും ക്യാരറ്റും കൂടി ആകുമ്പോൾ പാലും നല്ലൊരു ഫേസിന് ഗ്ലോ കിട്ടണ പാക്കാട്ടത്. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കട്ടോ. നമ്മളിത് പാലിൽ ഇങ്ങനെ ഇതൊരു പഞ്ഞി മുക്കിയിട്ടേ നമ്മളിതിങ്ങനെ ആദ്യം ക്ലെൻസ് ചെയ്യുക. കണ്ടോ? എന്നിട്ട് നമ്മളിത് ഇത്തിരി തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ഫേസിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം, ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് വേണം പാൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഈ പാക്ക് നന്നായിട്ട് ഫേസിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഫേസിലിടുമ്പോഴേ ഇടയ്ക്ക് ഡ്രൈ ആവുകയാണെങ്കിൽ ഈ കോട്ടണിൽ മുക്കിയ പാലില്ലേ, അതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമുക്കിത് തുടയ്ക്കാം കേട്ടോ. പാൽ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഫേസിൽ ഇതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. നല്ല അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. കണ്ടോ? നല്ല ക്ലീനായി. കണ്ടോ? ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ല റിസൾട്ട് വരും കേട്ടോ. നല്ല ഗ്ലോ കിട്ടും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് കറിവേപ്പില മുരിങ്ങയിലയും വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണത്. അപ്പോൾ നമുക്ക് ആ ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കഴുകിയത്, മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയത്, 2-3 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ വറ്റൽമുളകും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തിട്ട് വരാം. ചട്ടി ചൂടായി വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ട്. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. പച്ചമണം മാറിയാൽ മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയിട്ടോ. അതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഇതൊന്നും ആദ്യം വയ്ക്കാം.
പൊടിഞ്ഞേക്കണം. ഞാനിതിൽ കറിവേപ്പിലിട്ട് ഒന്നരയ്ക്കാം. അതിന് ശേഷം മുരിങ്ങയില ഇട്ടു കേട്ടോ. ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ അരച്ച കൂട്ടിലേക്ക് കല്ലുപ്പിടാം, പുളി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ കായപ്പൊടിയില്ലേ, കായത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ പെരുങ്കായത്തിൻ്റെ പൊടി ഇടാം. ഇത് നന്നായിട്ടൊന്ന് വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അത് വെള്ളം ഒഴിച്ച് ഒന്ന് അരയ്ക്കാം. ഇതൊക്കെ അരച്ചു കൂട്ടെ. ഇതിങ്ങനെ കിട്ടാം കണ്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. കടുക് പൊട്ടി ഉലുവ ഇടാം, ജീരകം ഇട്ടു കേട്ടോ, പിന്നെ ഉണക്കമുളക്. അപ്പോൾ കടുകും ഉലുവയും ഉണക്കമുളകും ജീരകം എല്ലാം ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച കറിവേപ്പില മുരിങ്ങലയും എല്ലാം കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ വഴറ്റാണ്ടാണല്ലോ അരച്ചേക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ ഇതിൻ്റെ കറിവേപ്പിലയുടെ മുരിങ്ങയുടെ ആരോഗ്യഗുണങ്ങളൊക്കെ അറിയണതല്ലോ, ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ചമ്മന്തി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അധികം ഡയറ്റ് ചെയ്യണവർക്ക് ഉദ്ദേശിച്ചിട്ടാണ് എൻ്റെ പാചകമൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഡയറ്റ് ഫുഡ് അധികം പാചകം ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇത്തിരി മധുരം എണ്ണയിൽ വറുത്തൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരുവിധം വഴറ്റിട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നല്ല എണ്ണ തെളിയണം. അതുവരെ തിളച്ച് വറ്റി കുറുകണം. എന്നാലാണ് ചമ്മന്തിക്ക് ടേസ്റ്റ്. വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് ചമ്മന്തി എന്തായി നോക്കാം കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച കാരണം കേട്ടോ. അധികം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ ഉണ്ടാക്കണ ചമ്മന്തി. അപ്പോൾ അത് കാരണം ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഇത്രയും കട്ടിയായി. ഇപ്പം ചമ്മന്തി വരുവായി. അപ്പം നല്ലപോലെ വെള്ളം ഒഴിച്ചിരുന്നല്ലേ, അതിങ്ങനെ തിളച്ച് വെച്ച് ചമ്മന്തി. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര, ഇത് കരിപ്പെട്ടി ശർക്കര എന്ന് പറയണ ശർക്കര ഇട്ടാലും മതി കേട്ടോ. ഇതിടാം. അപ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കാം. കുറച്ച് കുറവുണ്ട്, അതൊക്കെ ഉപ്പ് കൂടി ഇടാം. അതൊന്നും കൂടി ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടാ. ദേ ഇത്ര മതി കട്ടി ചമ്മന്തി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിതൊന്നും ഒഴിക്കുന്നില്ല. അത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ചമ്മന്തി ഒരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയേ അപ്പോൾ നെയ്യ് ഒഴിക്കാതെ ഇത്തിരി കോണം, ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ. അപ്പം ചൂടോടെ കൂടി നെയ്യ് ഒഴിച്ച് ഇളക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തിക്ക് കറിവേപ്പിലയുടെ മുരിങ്ങലയുടെ ഒന്നും ഒരു പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയാണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിക്ക് കുടിക്കാം ഏറ്റവും ബെസ്റ്റ് ചമ്മന്തിയാണ്. ഈ ചമ്മന്തിയിലെല്ലാം പോഷകം അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങല, കറിവേപ്പിലൊക്കെ. അപ്പോൾ ചൂട് കഞ്ഞിയുടെ കൂടെ ഈ ഒരു ചമ്മന്തി, പിന്നെ പപ്പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെറുപയർ തോരനോ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയും കുടിക്കാൻ സൂപ്പറാണ്. പിന്നെ ചോറിനും കഴിക്കാം. ഞാനെന്തായാലും ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം. എൻ്റെ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാവാനൊന്നുമില്ല, നല്ല ഹെൽത്തി ചമ്മന്തിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെയാണെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക, സ്നേഹത്തോടെ വിളമ്പുക. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ എന്നാൽ നിങ്ങൾ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഡയറ്റ് നോക്കണവർക്ക്, വണ്ണം കുറയാനുള്ളവർക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഞാൻ അധികം ഈ ഡയറ്റ് ഫുഡൊക്കെയാണ് എൻ്റെ ചാനലിൽ ഇടണേ. ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പോൾ മിക്ക ആൾക്കാരും, അതുകൊണ്ട് ആണ് കേട്ടോ. ഇത് നമുക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചോറ് കുറച്ചെടുക്കാം കേട്ടോ, ചമ്മന്തിയൊക്കെ ഇഷ്ടം പോലെ എടുക്കാം. നല്ലൊരു ഹെൽത്തി ചമ്മന്തി അല്ലേ, അപ്പം കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ചൂടാ, എന്നാലൊന്ന് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും എരിവും പുളിയും, പിന്നെ ഇപ്പം ഞാൻ നെയ്യ് ഒഴിച്ചതിൻ്റെ നെയ്യിൻ്റെ ഒരു ഫ്ലേവറും മുരിങ്ങയില കറിവേപ്പില എല്ലാം കൂടി നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ പിന്നെ ഓക്കെ, നാളെ കാണാം.